നാട് വളരെയേറെ പുരോഗമിച്ചെങ്കിലും ചിലരുടെ ചിന്താഗതികൾക്ക് യാതൊരു പുരോഗതിയുമില്ല. ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരുമിച്ച് കണ്ടാൽ പോലും സഹിക്കാനാവാത്ത ചിലരുണ്ട്. കപട സദാചാരം വിളമ്പുന്ന മനോവൈകല്യമുള്ളവർ. സാക്ഷര കേരളത്തിലും സദാചാര ഗുണ്ടകൾക്ക് യാതൊരു കുറവുമില്ലെന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. അത്തരമൊരു വാർത്തയാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. എറണാകുളം കോതമംഗലത്ത് യുവാവിനും പെൺസുഹൃത്തിനും നേരെ സദാചാര ഗുണ്ടാക്രമണം. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ യുവാവിനും സുഹൃത്തായ ഡെന്റൽ വിദ്യാർത്ഥിനിക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത്. യുവാവിന്റെ പണമടങ്ങിയ ബാഗും അക്രമികൾ തട്ടിയെടുത്തു. സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശികളായ ഷമീർ, നവാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 8:30 പരാതിക്കാരനായ യുവാവും സുഹൃത്തായ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയും ബൈക്കിലെത്തിയപ്പോൾ പ്രതികൾ ഇവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. പെൺകുട്ടി ആരാണെന്നായിരുന്നു ആദ്യ ചോദ്യം. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് സംശയം പ്രകടിപ്പിച്ച് പ്രതികൾ ഇവരോട് തട്ടിക്കയറി. ഇതോടെ പരാതിക്കാരൻ യുവാവ് വിദ്യാർത്ഥിനിയെ ഓട്ടോയിൽ കയറ്റിവിട്ടു. ഇതിനു പിന്നാലെ പ്രതികൾ രണ്ടുപേരും ചേർന്ന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് പണവും രേഖകളും തട്ടിയെടുത്തെന്നാണ് പരാതി. യുവാവിന്റെ ബൈക്കും അക്രമികൾ നശിപ്പിച്ചു. ആക്രമണത്തിൽ യുവാവിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. ഇയാളുടെ പണവും UAE ഡ്രൈവിംഗ് ലൈസൻസ്, ATM കാർഡ് എന്നിവയും അടങ്ങിയ ബാഗും പ്രതികൾ തട്ടിയെടുത്തു. സംഭവത്തിൽ മൂവാറ്റുപുഴ പുന്നമറ്റം സ്വദേശി കോട്ടക്കുഴി ഷമീർ, മൂവാറ്റുപുഴ മാർക്കറ്റ് പള്ളത്തുകടവിൽ നവാസ് എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. യുവാവിൽ നിന്ന് തട്ടിയെടുത്ത ബാഗും മറ്റു രേഖകളും പ്രതി നവാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോതമംഗലം. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ്. കൊല്ലത്ത് വൃദ്ധയെ സ്കൂൾ അധ്യാപികയായ മരുമകൾ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ കേരളത്തെ ആകെ നടുക്കിയിരുന്നു. ഇപ്പോഴിതാ സമാനമായ മറ്റൊരു വാർത്ത കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഓടനാവട്ടത്താണ് വയോധികയെ ബന്ധുവായ സ്ത്രീ ഉപദ്രവിച്ചത്. തള്ളിയിട്ടതിനെ തുടർന്ന് വൃദ്ധയുടെ തുടയെല്ല് പൊട്ടുകയും കൈക്കും തലയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തു. കൊട്ടാരക്കര ഓടനാവട്ടത്താണ് വയോധികയ്ക്ക് നേരെ അതിക്രമമുണ്ടായത്. വീടിന്റെ മുറ്റത്തുകൂടി നടന്നു വന്ന വൃദ്ധയെ ബന്ധുവായ സ്ത്രീ തള്ളി നിലത്തിടുകയായിരുന്നു. അതിക്രമത്തിൽ കുടവട്ടൂർ താഴുതൽ വീട്ടിൽ സരസമ്മയുടെ തുടയെല്ല് പൊട്ടുകയും കൈക്കും തലയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഓടനാവട്ടം കുടവട്ടൂർ അമ്പലത്തുംകാലയിലാണ് സംഭവം. അതിർത്തി തർക്കത്തെ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വഴക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു. വൃദ്ധയുടെ അനുജത്തിയുടെ മരുമകൾ സരിതയെന്ന് വിളിക്കുന്ന സൗമ്യക്കെതിരെ പൂയപ്പള്ളി പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കൊട്ടാരക്കര. അമിത ലാഭം പ്രതീക്ഷിച്ച് പണം നിക്ഷേപിക്കുന്നതാണ് മിക്ക സാമ്പത്തിക തട്ടിപ്പുകളിലും സംഭവിക്കാറുള്ളത്. പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സ്വദേശികളായ അച്ഛനും മകനും നിരവധി പേരിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. നടൻ കൊല്ലം തുളസി അടക്കമുള്ളവർ തട്ടിപ്പിനിരയായി. കൊല്ലം തുളസിയിൽ നിന്ന് 20 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ 2 പ്രതികളെയും മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് പറഞ്ഞാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ജി ക്യാപിറ്റൽ എന്ന കമ്പനി ഉണ്ടാക്കിയാണ് പലരിൽ നിന്നും പണം വാങ്ങിയത്.
നടൻ കൊല്ലം തുളസിയിൽ നിന്ന് ആദ്യം 2 ലക്ഷം രൂപ പ്രതികൾ വാങ്ങിച്ച് 4 ലക്ഷമായി തിരിച്ചു നൽകിയിരുന്നു. പിന്നീട് 4 കൊടുത്തു. അത് 8 ലക്ഷമായി തിരികെ നൽകി. ഇങ്ങനെ വിശ്വാസം നേടിയെടുത്തതോടെയാണ് പ്രതികൾക്ക് 20 ലക്ഷം രൂപ നടൻ കൈമാറിയത്. പണം കൈക്കലാക്കിയതോടെ പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് തിരുവനന്തപുരം സ്വദേശികളായ സന്തോഷ് കുമാർ, ദീപക് എന്നിവരാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്തിയത്. പൈസ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന മോനായി എന്ന് വിളിക്കുന്ന ബിജുവും ഐഡിയ സ്റ്റാർ സിംഗറിൽ പാട്ട് പഠിപ്പിക്കുന്ന അനിയും ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു സ്ഥാപനം നടത്തുന്നു, അതൊരു ബിസിനസ്സാണ്, ഓൺലൈൻ ബിസിനസ് നടത്തുന്നു, അത് കിട്ടുന്നതിൻ്റെ പകുതി ലാഭം നമുക്ക് തരും, നിങ്ങൾ പൈസ ഇടുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ ഇട്ടു. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെന്തായാലും ആരെയും കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. ഞങ്ങൾ കുറച്ച് കാശ് കൊടുത്ത് അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് കുറച്ച് നാളത്തെ പൈസ തന്നു. പിന്നെ ബാക്കി തന്നിട്ടില്ല. അച്ഛനും മകനും ചേർന്ന് നടത്തിയ തട്ടിപ്പിൽ നിരവധി പേർ ഇരകളായെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 വർഷമായി ഇവർ ഒളിവിലായിരുന്നു. ഡൽഹിയിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. ഫോർട്ട്, ശ്രീകാര്യം, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനുകളിലും ഇരുവർക്കുമെതിരെ കേസുകളുണ്ട്. ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാം കൊടുത്തിട്ട് 1 കോടിക്ക് മുകളിൽ എൻ്റെ കുടുംബം പൈസ ഇട്ടിട്ടുണ്ട്. സന്തോഷമുണ്ടായിരുന്നു. മകന് ഒരു കോവിഡ് കഴിഞ്ഞപ്പോൾ മകനും കൂടെ വന്നു. പിന്നെ ലാഭം നമുക്ക് തരുന്നൊരു 3 രൂപ വെച്ച് തരും. 1 ലക്ഷം രൂപയ്ക്ക്. അതെ, ഒരു 3 വർഷം. ഞാൻ ആദ്യം ഇട്ട ആളാണ്, സ്റ്റാർട്ടിങ്ങിലുള്ള ആളാണ് ഞാൻ. 2016 3 വർഷം വരേക്ക്. ഇയാൾ പോകുന്നതിൻ്റെ അതുവരെയും അതുവരെയും പൈസ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. മകൻ അതിന് പിന്നെ ഒരു 6 മാസം മുന്നേ മകൻ അവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരു 10-20 കോടിയോളം ഉണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മോർഫ് ചെയ്തും മറ്റും സെലിബ്രിറ്റികളുടെ അശ്ലീല ദൃശ്യങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നത് സമീപകാലത്ത് ഏറെ വ്യാപകമായിട്ടുണ്ട്. ഇതുമൂലം പലരുടെയും ജീവിതം തന്നെ തകരുമെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. തൻ്റെതെന്ന പേരിൽ പുറത്തുവന്ന വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ ന്യൂസ് പോർട്ടലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കുമെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് നടിയും സോഷ്യൽ മീഡിയ താരവുമായ അഞ്ജലി അറോറ. വ്യാജ MMS വീഡിയോ ഉപയോഗിച്ച് പ്രതിച്ഛായ തകർത്തതിനെതിരെ അഞ്ജലി മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഓഗസ്റ്റിലാണ് അശ്ലീല വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നത്. വീഡിയോയിലുള്ള സ്ത്രീ ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും അത് അഞ്ജലി അറോറയാണെന്ന് അവകാശപ്പെട്ട് ഒരു ന്യൂസ് പോർട്ടൽ വാർത്ത നൽകി. ഇതോടെ വീഡിയോ വൈറലായി. മറ്റു ചില ന്യൂസ് പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളും ഇത്തരത്തിൽ വാർത്ത നൽകി. ആ സമയത്ത് ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിരുന്നതിനാൽ അഞ്ജലിക്ക് പരാതി നൽകാൻ കഴിഞ്ഞില്ല. പരിപാടിയുടെ എല്ലാ എപ്പിസോഡും പൂർത്തിയായ ശേഷമേ പുറം ലോകവുമായി ബന്ധം പാടുള്ളൂ എന്ന നിബന്ധനയുണ്ടായിരുന്നുവെന്ന് അഞ്ജലി പറയുന്നു. എന്നാൽ ഇതിനുശേഷം വ്യാപക അധിക്ഷേപമാണ് സമൂഹമാധ്യമങ്ങളിലടക്കം നേരിട്ടത്. ഇതുമൂലം അവസരങ്ങൾ പലതും നഷ്ടമായി. കടുത്ത മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയതെന്നും അഞ്ജലി വ്യക്തമാക്കുന്നു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ MMS വീഡിയോ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതിനെതിരെ നടപടി വേണമെന്നും പരാതിയിൽ പറയുന്നു. ഡൽഹി സ്വദേശിയായ അഞ്ജലി അറോറ 2 സിനിമകളിലും നിരവധി മ്യൂസിക് വീഡിയോകളിലും അഭിനയിച്ചിട്ടുണ്ട്. ലോക്കപ്പ് സീസൺ 1 എന്ന പ്രശസ്തമായ റിയാലിറ്റി ഷോയിലും അഞ്ജലി ഉണ്ടായിരുന്നു. നീതി ലഭിക്കും വരെ കേസുമായി മുന്നോട്ടു പോകാനാണ് നടിയുടെ തീരുമാനം. ന്യൂസ് 18 മുംബൈ. കോഴിക്കോട് കൊടുവള്ളിയിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. കൊടുവള്ളി പാലക്കുറ്റി സ്വദേശി ഷമീറിനാണ് കുത്തേറ്റത്. അക്രമം നടത്തിയ കൊടുവള്ളി സ്വദേശി ചോട്ടാ നിസാർ രക്ഷപ്പെടുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു. തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
തിങ്കളാഴ്ച വൈകിട്ട് കൊടുവള്ളി പാലക്കുറ്റിയിൽ വെച്ചാണ് ഷമീറിന് നേരെ ആക്രമണമുണ്ടായത്. പാലക്കുറ്റി കുന്നുമ്മൽ മുഹമ്മദ് നിസാർ എന്ന ചോട്ടാ നിസാറാണ് കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. നിസാറിന്റെ സഹോദരൻ ഹക്കീമുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലായിരുന്നു അക്രമം. കാലിന്റെ തുടയ്ക്ക് ആഴത്തിൽ കുത്തേറ്റ ഷമീറിനെ ആദ്യം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുത്തിയ കത്തി ഷമീറിന്റെ കാലിനുള്ളിൽ തുളച്ചു കയറിയിരുന്നു. ശസ്ത്രക്രിയയിലൂടെയാണ് ഇത് പുറത്തെടുത്തത്. വിദേശത്ത് നിന്നുള്ള സാമ്പത്തിക ഇടപാടാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സംശയം. ഷമീർ 2 ലക്ഷം രൂപ നൽകാനുണ്ടെന്നാണ് നിസാർ പറയുന്നത്. അക്രമത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനിടെ നിസാറിന്റെ സ്കൂട്ടർ കോഴിക്കോട് മൂഴിക്കലിൽ അപകടത്തിൽപ്പെട്ടു. പരുക്കേറ്റ ഇയാളെ ചേവായൂർ പോലീസ് എത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പരിക്കേറ്റയാളുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നിസാറിനെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് കൊടുവള്ളി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മദ്യലഹരിയിലാണ് ഇയാൾ അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കൊടുവള്ളി പോലീസ് കേസെടുത്തത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 താമരശ്ശേരി. ഇടുക്കി രാജകുമാരിയിൽ ഏലത്തോട്ടമുടമയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതികൾ പോലീസിൽ കീഴടങ്ങി. CPM ഖജനാപ്പാറ ലോക്കൽ സെക്രട്ടറി എസ് മുരുകൻ, രാജകുമാരി പഞ്ചായത്ത് അംഗം പി രാജാറാം, ഇളങ്കോവൻ, പാണ്ഡ്യൻ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ രാജനെയും ഡ്രൈവർ പേട്ട സ്വദേശി അനിലിനെയുമാണ് ഇവർ ആക്രമിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ കീഴടങ്ങിയത്. തൊഴിൽ തർക്കത്തെ തുടർന്ന് CITU യൂണിയൻ അനിശ്ചിതകാല സമരം നടത്തുന്ന രാജകുമാരി ഖജനാപ്പാറയിലെ ഏലത്തോട്ടത്തിന്റെ ഉടമയാണ് പരിക്കേറ്റ രാജൻ. എസ് മുരുകൻ, പി രാജാറാം, ഇളങ്കോവൻ എന്നിവർ ഈ ഏലത്തോട്ടത്തിൽ പ്രവേശിക്കരുതെന്നും ഏലത്തോട്ടത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവുള്ളപ്പോഴാണ് കഴിഞ്ഞ 23-ന് അറസ്റ്റിലായ പ്രതികളും കണ്ടാലറിയാവുന്ന മറ്റ് 8 പേരും ചേർന്ന് തോട്ടത്തിനകത്ത് കയറി രാജനെയും ഡ്രൈവറെയും മർദ്ദിച്ചത്. CPM ഖജനാപ്പാറ ലോക്കൽ സെക്രട്ടറി എസ് മുരുകൻ, രാജകുമാരി പഞ്ചായത്ത് അംഗം പി രാജാറാം, ഇളങ്കോവൻ, പാണ്ഡ്യൻ എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കൊടുവള്ളിയിൽ കാൽനടയാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച രാജസ്ഥാൻ സ്വദേശി കണ്ണൂരിൽ പിടിയിൽ. പ്രതി ജയറാം പ്രജാപതിയാണ് പിടിയിലായത്. ബൈക്കിടിച്ച് പരിക്കേറ്റ കൊടുവള്ളി വാവാട് സ്വദേശി സദാനന്ദനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുവള്ളി വാവാടങ്ങാടിക്ക് സമീപത്തായിരുന്നു അപകടം. കൊടുവള്ളിയിൽ ചിത്ര പ്രസ് നടത്തുന്ന സദാനന്ദൻ മത്സ്യം വാങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ ബൈക്കിടിച്ച് വീഴുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ടോടെ സദാനന്ദൻ മരിച്ചു. അപകടം നടന്ന ഉടനെ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട പ്രതി കോഴിക്കോട് നിന്ന് മംഗള എക്സ്പ്രസിൽ കയറിയതായി കൊടുവള്ളി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കൊടുവള്ളി പോലീസ് നൽകിയ വിവരത്തെ തുടർന്ന് കണ്ണൂർ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാജസ്ഥാൻ സ്വദേശി ജയറാം പ്രജാപതി പിടിയിലായത്. നാട്ടിലേക്ക് മടങ്ങാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ഇയാളെ കൊടുവള്ളി പോലീസിന് കൈമാറി. ന്യൂസ് 18 താമരശ്ശേരി.
പൂട്ട് പൊളിച്ച് കാഞ്ഞങ്ങാട്ടെ കടയിൽ കയറിയ കള്ളന്മാർ കൊണ്ടുപോയത് 1.5 ലക്ഷത്തോളം രൂപയുടെ ചോക്ലേറ്റ്. 20 വയസ്സിന് താഴെ തോന്നിക്കുന്ന 3 ചോക്ലേറ്റ് പയ്യന്മാരുടെ മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ മൊണാർക്ക് എന്റർപ്രൈസസിലാണ് ഷട്ടറിന്റെ പൂട്ട് തകർത്ത് കള്ളന്മാർ കയറിയത്. 42,430 രൂപയുടെ ചോക്ലേറ്റും മേശയിലുണ്ടായിരുന്ന 1,680 രൂപയും ഇവർ മോഷ്ടിച്ചു. അബ്ദുൽ ഖയൂബിന്റെ ഉടമസ്ഥയിലുള്ള കടയിലാണ് പുലർച്ചെ കള്ളന്മാർ കയറിയത്. ബേക്കറി പലഹാരങ്ങൾ അടക്കം കടയിലുണ്ടായിട്ടും ചോക്ലേറ്റ് മാത്രം തെരഞ്ഞെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. മോഷണ ദൃശ്യങ്ങൾ സമീപത്തുള്ള തുണിക്കടയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇരുപത് വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന 3 പേരാണ് മോഷണത്തിന് പിന്നിൽ. നീല ജീൻസും ഇളം നിറത്തിലുള്ള കുപ്പായവും ധരിച്ച യുവാവ് റോഡിൽ നിന്ന് നിരീക്ഷിക്കുന്നതും മറ്റ് 2 പേർ ഷട്ടറിന്റെ പൂട്ട് തകർക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. സമീപത്തെ ട്രാൻസ്ഫോർമറിന്റെ മറവിലുള്ളതിനാൽ പൂട്ട് തകർക്കുന്നവരുടെ മുഖം വ്യക്തമായിട്ടില്ല. വലിയൊരു എമൗണ്ടിന്റെ മിഠായി, ചോക്ലേറ്റ്, അതായത് ഡയറി മിൽക്ക് സിൽക്ക് ഐറ്റം 190 രൂപ, 85 രൂപ, 185 രൂപ, 190 വിലയുള്ള ഏറ്റവും വില കൂടിയ ചോക്ലേറ്റ് നഷ്ടപ്പെട്ടതായും കണ്ടു. തൊട്ടടുത്ത നമ്മളെ പരാഗ് ഫാഷൻസ് എന്ന തുണിക്കടയിലുള്ള CCTV ദൃശ്യങ്ങൾ അവർക്ക് പകർത്തുകയും. മുഖം മറയ്ക്കാതെ കവർച്ചയ്ക്കെത്തിയ ചോക്ലേറ്റ് പയ്യന്മാരെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഹോസ്ദുർഗ് പോലീസ്. മറ്റ് സ്ഥലങ്ങളിലെ CCTVകളിൽ നിന്ന് ഇവരുടെ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ദക്ഷിണ മേഖല IG സ്പർജൻ കുമാറിന് സുരക്ഷാ IGയുടെ അധിക ചുമതല നൽകി. S ശ്യാംസുന്ദർ കൊച്ചി കമ്മീഷണറാകും. അസിസ്റ്റന്റ് കമ്മീഷണർ മുതൽ SP-മാർ വരെയുള്ളവർക്കും സ്ഥലമാറ്റമുണ്ട്. വിജിലൻസ് ആസ്ഥാനത്ത് IG ആയിരുന്ന ഹർഷിത അട്ടല്ലൂരിയെ പോലീസ് ആസ്ഥാനത്ത് IG ആയി നിയമിച്ചു. ദക്ഷിണ മേഖല IG സ്പർജൻ കുമാറിന് സുരക്ഷാ IGയുടെ അധിക ചുമതലയാണ് നൽകിയിട്ടുള്ളത്. ആഭ്യന്തര സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന S ശ്യാംസുന്ദർ കൊച്ചി പോലീസ് കമ്മീഷണറാകും. കൊച്ചി കമ്മീഷണറായിരുന്ന A അക്ബർ എറണാകുളം ക്രൈംബ്രാഞ്ച് IG ആയും T നാരായണൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയായും പുതിയ ഉത്തരവാദിത്തമേൽക്കും. അസിസ്റ്റന്റ് IG ആയി ശിൽപ DAയും നിയമിച്ചു. വയനാട് പോലീസ് മേധാവിയായിരുന്ന പദം സിംഗിനെ പോളിസി വിഭാഗം അസിസ്റ്റന്റ് IG ആയും നിയമിച്ചു. സംസ്ഥാനത്തെ 7 IPS ഉദ്യോഗസ്ഥർക്കും 114 അഡീഷണൽ SP, DYSP, അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കുമാണ് സ്ഥലം മാറ്റം. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് CSB ബാങ്കിന്റെ നാലാഞ്ചിറ ശാഖയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് 96 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു വിറ്റ കേസിൽ ബാങ്ക് മാനേജർ അടക്കം 3 പേരെ പോലീസ് പിടികൂടി. മാനേജർ ചേർത്തല സ്വദേശി H രമേശ്, പേരൂർക്കട RKV കൺസൾട്ടൻസി ഉടമ B വർഗീസ്, ജ്വല്ലറി ഉടമ നെടുമങ്ങാട് സ്വദേശി M കിഷോർ എന്നിവരാണ് അറസ്റ്റിലായത്. ആറ്റിങ്ങൽ പൂവമ്പാറ പാലത്തിൽ വാഹനം റോഡിലുപേക്ഷിച്ച ശേഷം യുവാവ് ആറ്റിൽ ചാടി ജീവനൊടുക്കി. സ്വകാര്യ ചിട്ടി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വടകര സ്വദേശി മനോജ് കുമാറാണ് മരിച്ചത്. കായംകുളത്ത് നവകേരള സദസ് വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ച ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പ്രതി അറസ്റ്റിൽ. മാവേലിക്കര ഭരണിക്കാവ് സ്വദേശി അനൂപ് വിശ്വനാഥനാണ് അറസ്റ്റിലായത്. മൂവാറ്റുപുഴയിൽ മുക്കുമണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിൽ. മലപ്പുറം ചോലൈക്കര സ്വദേശി മുഹമ്മദ് അഷ്റഫിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. IDBI ബാങ്കിന്റെ മൂവാറ്റുപുഴ ശാഖയിൽ നിന്ന് 3,85,000 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. തിരുവനന്തപുരം വെള്ളനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നടുറോഡിൽ തമ്മിലടിച്ചു. സ്കൂൾ വിട്ട ശേഷം വെള്ളനാട് ക്ഷേത്രത്തിന് സമീപത്താണ് +1, +2 വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. ആര്യനാട് പോലീസ് എത്തി വിദ്യാർത്ഥികളെ വിരട്ടി ഓടിച്ചു.
സ്കൂളിനുള്ളിൽ നടന്ന തർക്കമാണ് റോഡിലെ തമ്മിലടിയിൽ കലാശിച്ചത്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.